ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന M4 സ്മാർട്ട് ബാൻഡ് ഉണ്ട്. ഇതൊരു ലോ ബഡ്ജറ്റ് സ്മാർട്ട് ബാൻഡാണ് എൻ്റെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഒരു 450 രൂപ കഴിഞ്ഞ് വരും ഇതിൻ്റെ വില. അപ്പോൾ ഫ്ലിപ്കാർട്ട് ബൈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടവർക്ക് പോയി വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് അൺബോക്സിങ് വീഡിയോയുമാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ താഴെ പോയി ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. തുടർന്ന് ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതുപോലത്തെ ഒരു കവറിങ് അല്ലെങ്കിൽ പാക്കിംഗ് ആണ് നമുക്ക് ഈ ബാൻഡിലൂടെ ലഭിക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 0.96 ഇഞ്ചിൻ്റെ TFT ഡിസ്പ്ലേ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ IP67 വാട്ടർ പ്രൂഫ് ലെവൽ ഇതിലുണ്ട്. വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് 4 to 7 days ആണ്. സ്റ്റാൻഡ് ബൈ ടൈം എന്നത് 45 days എന്നതാണ്. അത്രയും കിട്ടില്ല എന്നതാണ് സത്യത്തിൽ. ആൻഡ്രോയിഡ് ആൻഡ് iOS സപ്പോർട്ടറാണ്. ആൻഡ്രോയിഡിലും അതുപോലെ തന്നെ iOSലും സപ്പോർട്ടറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സൈഡിൽ ബ്ലഡ്, ഓക്സിജൻ, ഹെയർട്ട് റേറ്റ് എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണാം ഹെയർട്ട് റേറ്റ്, ബ്ലഡ് ഓക്സിജൻ, പിന്നെ ഡിസ്റ്റൻസ്, കാലോറീസ്, മോഷൻ എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ആക്കി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ സാധിക്കുക. ഇതാണ് ഇതിൻ്റെ ചാർജർ. ഇവിടെ കാണാം, ഇതാണ് ഇതിൻ്റെ ചാർജർ. പിന്നെ ഇതാണ് ബാൻഡ്. അപ്പോൾ നിങ്ങൾ മേടിച്ച് കഴിയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഫോണിൻ്റെ ചാർജറിൻ്റെ കേബിൾ അല്ലെങ്കിൽ ഫോൺ ചാർജ് ചെയ്യുന്ന അഡാപ്റ്റർ ഉണ്ടല്ലോ, അതിലോട്ട് ഇത് കുത്തി വയ്ക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബാൻഡ്. ഇതാണ് ഇതിൻ്റെ സ്ട്രാപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ MI ബാൻഡ് 4ൻ്റെ തന്നെ കോപ്പിയുടെ വേർഷനാണെന്ന് തന്നെ പറയാം. ഇത് പെട്ടെന്ന് നോക്കി നമുക്ക് കാണാൻ സാധിക്കും. ഇത് MI ബാൻഡിൻ്റെ അതേപോലെ തന്നെ MI ബാൻഡ് 4ൻ്റെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇത് ചാർജ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഈ ബാക്കിൽ കാണാൻ സാധിക്കും. ഇവിടെ ഈ 2 ഡോട്ട് പോലത്തെ ഇരിക്കുന്ന. അപ്പോൾ ഇതിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കയറ്റി വെക്കുക. അപ്പോൾ ഞാനിത് കയറ്റി വെച്ച് കഴിഞ്ഞു. ഇവിടെ കാണാം, ഇപ്പോൾ കണ്ടോളൂ. ഇതിപ്പോൾ ഇതായിട്ട് ആയിട്ടാണ് ചാർജ് ചെയ്ത് നമ്മൾ കുത്തിയിടാൻ പോവുകയാണ്. എൻ്റെ അച്ഛൻ്റെ ഫോണിൻ്റെ അഡാപ്റ്ററാണിത്. എൻ്റെ അച്ഛൻ്റെ ഫോൺ സാംസങ് ആണ്, അപ്പോൾ അതിൻ്റെ അഡാപ്റ്ററാണിത്. കയറ്റി വെക്കുക. കയറ്റി വെച്ച് നന്നായിട്ടൊന്ന് കയറ്റി വെക്കുക. എന്നിട്ട് നിങ്ങൾ ഈ സ്വിച്ച് ഒന്ന് ഓണാക്കുക. ഓണാക്കിയപ്പോൾ ചാർജ് കയറുന്നുണ്ട്, കണ്ടോളൂ. അപ്പോൾ നമ്മുടെ ബാൻഡ് ഓണാക്കി നോക്കുമ്പോൾ കാണാം, ഇതാണ് ബാൻഡ്. MI ബാൻഡ് 4ൻ്റെ തന്നെ അതേ കോപ്പി തന്നെയാണ്. ഇത് ഐക്കണും കോപ്പി തന്നെയാണ്. ഇത് കണ്ടോളൂ. സ്റ്റെപ്സ്, ഹെയർട്ട് റേറ്റ്, സ്പോർട്സ്, ഈ മെസ്സേജ്, സ്ലീപ്പ്, വെതർ, പിന്നെ മ്യൂസിക്. മോർ ഞെക്കിയാൽ തീമൊക്കെ മാറ്റാം. ക്യാമറ ആയിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ ഇതിൽ നിന്ന് ഞെക്കി പിടിച്ച ഫോട്ടോ എടുക്കുന്നതാണ്. ഇവിടെ കാണാം. പിന്നെ ഐക്കൺ സെലക്ട് ചെയ്യാൻ വേണ്ടി ഹോം ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. സ്റ്റെപ്സ് ഫസ്റ്റ് ഞാൻ എടുത്തു. ഫസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ ഇവിടെ കാണാം ഹോം ബട്ടൺ പ്രസ് ചെയ്തിട്ട് 805 സ്റ്റെപ്സ് ഞാൻ നടന്നു. വീണ്ടും ഹോം ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഴയ മെനുവിൽ തന്നെ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഹെയർട്ട് റേറ്റ് സെൻസറിൻ്റെ ആക്യുറസി എത്രയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഹെയർട്ട് റേറ്റ് സെൻസർ ഞാൻ ഓണാക്കിയാണ്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഈ BPM തന്നെ വർക്കാവുകയാണ്. ഒരിടത്തും ടച്ച് ചെയ്യാതെ തന്നെ വർക്കാവുകയാണ്. ഇവിടെ കാണാം. ഇപ്പോൾ തന്നെ ഒരു മെഷർ കാണിക്കും. അപ്പോൾ ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായതിൻ്റെ ആക്യുറസി എന്തേരം ഉണ്ടെന്ന്. ഇപ്പോൾ ടച്ച് ചെയ്യാതെ തന്നെ ഹെയർട്ട് റേറ്റ് സെൻസർ ആക്യുറസി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആക്യുറസിയും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മോഡെന്നൊരു സ്പോർട്സ് മോഡാണ്. അപ്പോൾ നമ്മൾ ഞെക്കി പിടിച്ച സ്പോർട്സ് മോഡിനകത്ത് റണ്ണിങ്ങും ഉണ്ട്, പിന്നെ സ്കിപ്പിങ്ങും ഉണ്ട്. ഇവിടുത്തെ അതിനോട് ടൈം ഓണായി. പിന്നെ സിറ്റപ്പും ഉണ്ട്. സിറ്റപ്പ്. പിന്നെ ഉള്ളത് മെസ്സേജാണ്. അപ്പോൾ മെസ്സേജ് എന്ന് പറയുന്നത് വാട്സപ്പിലെ മെസ്സേജ് നമുക്ക് ഈ ബാൻഡിനകത്തൂടെ കാണാൻ സാധിക്കും. നമ്മുടെ ഫോണായിട്ട് കണക്റ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ മെസ്സേജ് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അടുത്തതെന്ന് പറയുന്നത് സ്ലീപ്പ് മോഡാണ്. അപ്പോൾ Fitpro എന്ന് പറഞ്ഞ ആപ്പിലൂടെയാണ് നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. Fitpro ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ
ഇതിനടുത്ത് വെതർ പിന്നെ മ്യൂസിക് പ്ലെയർ എന്ന് പറയുന്നത് ഫിറ്റ്പ്രോ ആയിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കണക്റ്റഡ് ആയ സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഈ പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോണിൽ പാട്ട് കേൾക്കുന്നതാണ്. എൻ്റെ ഫോൺ കണക്റ്റ് അല്ല, പാക്കി വെച്ചേക്കുന്നതാണ്. പിന്നെ മോറെന്ന ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ക്യാമറ. അപ്പോൾ ജസ്റ്റ് ഈ ഹോം ബട്ടണിൽ നിന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള ക്യാമറ തന്നെ ഫോട്ടോ എടുക്കുന്നതാണ്. പിന്നെ പറയാം ലുക്കിംഗ് ഫോർ ഡിവൈസ്. പിന്നെ നമുക്ക് തീം മാറ്റാവുന്നതാണ്, വ്യത്യസ്ത തീം. പിന്നെ റീസെറ്റ് ചെയ്യാം. പിന്നെ ഉള്ളത് ഈ QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് ഫോൺ ഫിറ്റ്പ്രോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. പ്ലേ സ്റ്റോറിൽ കിട്ടുന്നതാണ് ഫിറ്റ്പ്രോ ആപ്പ്. പിന്നെ ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പവർ ഓഫ് ആവും ബാൻഡ്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോൾസ് റിമൈൻഡ് വരുന്നതാണ്. നമ്മുടെ ഫോണിൽ ആര് വിളിക്കുന്നതോ അവരുടെ കോള് ഇപ്പോൾ പേര് സഹിതം നമ്മുടെ ഈ ബാൻഡിൽ എഴുതി കാണിക്കുക. നമ്മുടെ ഫോണിലോട്ട് ആരെങ്കിലും വിളിച്ചാൽ ഈ ബാൻഡിൽ എഴുതി കാണിക്കുന്നതാണ് കോള്, ആരാ വിളിച്ചതെന്ന് കോള്. ആ സമയത്ത് നമ്മുടെ ബാൻഡ് കോളി വരും. വൈബ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, വൈബ്രേറ്റ്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ 24 ഹവറും 12 ഹവർ ക്ലോക്കും ആക്കാവുന്നതാണ്. ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെക്ക് ചെയ്ത് പിടിച്ചാൽ ഇതോടെ ഇപ്പോൾ 24 ഹവർ ക്ലോക്കായി. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ PM എന്ന് എഴുതി കാണിക്കുന്നില്ല. ഇനി ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഞെക്കി പിടിച്ചാൽ പ്രസ് ചെയ്താൽ 12 ഹവർ ക്ലോക്കായി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ കാര്യത്തിലെന്ന് പറയുന്നത് ഒരു കുഴപ്പമില്ലാത്ത ബാൻഡ് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളത് വാങ്ങിക്കുക, ഇഷ്ടമാണെങ്കിൽ ഒന്ന് വാങ്ങിക്കുക. ബൈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് ബൈ ചെയ്യാവുന്നതാണ്. ഫിറ്റ്പ്രോ എന്ന ആപ്ലിക്കേഷനിലൂടെയാണ് നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ എൻ്റെ അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൾ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. പുതിയ ടെക്നോളജി വീഡിയോകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.